പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ഈശോ പാടുപീഡകളേറ്റ് നമുക്കായിട്ട് രക്തം ചിന്തിയതിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഒടുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങൾ വെള്ളിയാഴ്ച ഒരു നേരം ഫാസ്റ്റിംഗ് എടുക്കുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നു? അതിൻ്റെയൊക്കെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ: യേശു എനിക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അനേകം ക്രൈസ്തവരെ എനിക്കറിയാവുന്നവരുണ്ട്. അവർ വെള്ളിയാഴ്ച എന്ത് പരിപാടി വന്നാലും ഞങ്ങൾ കഴിക്കില്ല, കാരണം യേശു ഞങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ കുറച്ച് പിള്ളേരെ എനിക്കറിയാം, അവർ സോഷ്യൽ മീഡിയ വെള്ളിയാഴ്ച വളരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുള്ളൂ. ഇതൊക്കെ ഈ കാലഘട്ടത്തിലുള്ള പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ആചരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെയൊക്കെ പണ്ടത്തെ ഇപ്പോഴൊക്കെ കുറേ പേര് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ മാത്രം ഇച്ചിരി കഞ്ഞിയും ഒരു കറിയും കഴിക്കുന്നത്, അല്ലേ? വിശുദ്ധമായ പാരമ്പര്യമുള്ള നല്ല കത്തോലിക്ക കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ അച്ഛനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 37:5. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്: നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അതായത് 2 കാര്യങ്ങളാണ്. കർത്താവിന് ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. ചിലപ്പോഴൊക്കെ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും നമുക്ക്. അതായത് നമുക്ക് ശരിക്കും ഒന്ന് ആശ്വസിക്കാൻ പറ്റുമ്പോഴേക്ക് ഈ തിരമാല വരണ പോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് അടിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ വചനം പറയാണ്: നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. യേശുവേ എന്ന് പറഞ്ഞ് കർത്താവിന് നമ്മെ തന്നെ കൊടുക്കുക. എന്നിട്ട് പറയാണ്, ആ കർത്താവിൽ നിന്ന് വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്ന് യേശു നിന്നെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രശ്നങ്ങളെക്കാളൊക്കെ വലിയവനാണ് എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു അഭിഷേകം കർത്താവ് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.